നാളത്തേക്ക് വേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ വരയ്ക്കണോ, നിങ്ങൾ വരച്ചു തുടങ്ങാം. ഒരു 100 കണക്കിന് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ഉണ്ട്. ഞാൻ തന്നെ ജയിച്ചോ എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതുപോലുള്ള പെയിന്റിങ്സുകളുണ്ട്. ബാഡ്മിന്റൺ ഒന്നുകൂടി ചോദിച്ചാൽ അവൻ എന്നെ ഇപ്പൊ നോക്കുന്നില്ല. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് അവൻ നോക്കി. അത് ലൈഫിലെ എന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ഞാൻ എടുത്ത ബ്രേക്കാണ്. 4 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഷെഫീർ ബ്രോ എന്ന് പറയുന്ന സംഭവം. നമ്മിൽ നിന്നുള്ള താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും നമ്മോടൊപ്പം കൂട്ടുകൂടാനായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്പം വരുന്ന താരങ്ങളെല്ലാവരും ഓരോരോ കഴിവുകളുള്ളവരായിരിക്കും. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു പ്രതിഭയെ കുറിച്ചിട്ട്. നമ്മളോടൊപ്പം ഇന്ന് കൂട്ടുകൂടാനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നല്ലൊരു കലാകാരനാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കും. അദ്ദേഹത്തിന്റെ പോർട്രേറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ളത്. നല്ലൊരു സ്പോർട്സ്മാൻ ആണ്, സാഹസിക യാത്രികനാണ്. നമ്മുടെ ഒക്കെ കൂട്ടുകാരനായ സഫീർ സിദ്ദീഖ് തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏനാമാവ് കെട്ടിങ്ങൽ സ്വദേശിയാണ്. ഏതൊരു സാഹസിക യാത്രികനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് 7 സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതിലൊന്നായ കിളിമഞ്ചാരോ സബ്മിറ്റ് ചെയ്ത ആളുകൂടെയാണ് നമ്മുടെ സഫീർ ബ്രോ. ഇതിലെല്ലാം ഉപരി ഞങ്ങളുടെ ചങ്ക് ബ്രോ ആണ്. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് വേണ്ട, ഇത് മാത്രമാണ് ഒരു കുറവെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രൊഫഷനെ പറ്റിയിട്ടും അതുപോലെ തന്നെ തന്റെ പാഷനെ പറ്റിയിട്ടും നമുക്ക് ഷെഫീർ ഭായിയുടെ തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ഷെഫീർ ബ്രോ, താങ്ക് യു. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ട് പോകണം. അത് തന്നെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുക. ഈ പ്രൊഫഷൻ, ഖത്തർ എനർജിയുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കിലായിരിക്കും. അതിനിടയിൽ നമ്മുടെ പാഷൻ, സ്പോർട്സ്, പെയിന്റിങ്സ്, അതുപോലെ തന്നെ ഈ യാത്ര, അതും മറ്റുള്ളവർ യാത്ര ചെയ്യുന്ന പോലെയല്ല, കുറച്ച് സാഹസികമായിട്ടുള്ള യാത്രകൾ. എങ്ങനെയാണ് ഈ ഇതിനൊക്കെ ടൈം കണ്ടെത്തുന്നത്? അതിന്റെ രഹസ്യം ഇതില് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് അല്ലാതെ വേറൊരാളും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തില്ല. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. തീർച്ചയായിട്ടും നമുക്ക് പറ്റും. നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, ഇപ്പോൾ ജോലിക്ക് വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾക്ക് ഫാമിലിക്ക് വേണ്ടി സമയം മാറ്റി വെക്കുന്നു. അതുപോലെ തന്നെ അവനവന്റെ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കാൻ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതിയാവും. എല്ലാവർക്കും ഉള്ള സമയം തന്നെയാണ് നമുക്കുള്ളൂ. ചിലപ്പോ ഏറ്റക്കുറച്ചിലുണ്ടാവും സമയത്തിന്റെ കാര്യത്തിലല്ല, പക്ഷെ തിരക്കുകളുടെ കാര്യങ്ങളും ഫ്രീ ടൈമിന്റെ കാര്യത്തിൽ എനിക്കത് ചെയ്യണം, എന്റെ ഇഷ്ടങ്ങളിലൂടെ കുറച്ചെങ്കിലും സഞ്ചരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ അതിനോട് ശ്രമിക്കാൻ തീർച്ചയായിട്ടും പറ്റും. ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് ഒരു ടെൻഷനും പ്രഷറും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും എന്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ട്. എന്റെ ഉപ്പ, ഉമ്മ, 2 പെങ്ങന്മാര്, അവരുടെ കുടുംബം, പിന്നെ എന്റെ ഭാര്യ, 3 മക്കൾ. ഇതാണ് എന്റെ കുടുംബം. എന്റെ യാത്രകളിലായാലും എന്റെ ചിത്രം വരയിലായാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് എന്റെ കുടുംബം. കുടുംബത്തോടൊപ്പം തന്നെ എന്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് വളരെയധികം സപ്പോർട്ടീവാണ് എന്റെ ചിത്രം വരയിലും എന്റെ യാത്രകളിലും ഒക്കെ. മക്കള് വരയ്ക്കും, ചിത്രങ്ങൾ വരയ്ക്കും. അത് നമ്മൾ വരയ്ക്കുന്നത് കണ്ടുകൊണ്ടാണോ എന്താണെന്നറിയില്ല, അവർക്ക് ആ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. മോള് കുറച്ചും കൂടിയും അതിന് വേണ്ടിയിട്ട് വേറെ രീതിയിലുള്ള ഒരു വരയാണ്. DNA ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അവളുടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചിത്രങ്ങളല്ല അവള് വരയ്ക്കുന്നത്. അവള് വേറെ രീതിയിലുള്ള അവളെ കൺസെപ്റ്റ്, അവളെ ഇമാജിനേഷനിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കാറ്. ഇപ്പൊ ഉപ്പ, ഉമ്മ, പെങ്ങന്മാർക്കൊന്നും എനിക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചും വരയ്ക്കുന്നതിനെ കുറിച്ചും മാത്രമേ അറിയുള്ളൂ. എവിടേക്ക് പോകുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ചിലപ്പോൾ അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷെ എന്റെ ഫാമിലി, വൈഫിന് അറിയാം ഞാൻ എവിടേക്കാണ് പോകുന്നത്, ഇങ്ങനെയാണ് എന്താണ് കാര്യങ്ങൾ. അപ്പൊ അവളുടെ തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഞാൻ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ 20 വയസ്സിന് മുമ്പ് വന്നാണ് ഇവിടെ. അന്ന് മുതല് ഖത്തറിലുണ്ട്. പിന്നെ അതിന്റെ ഇടയില് ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് ബാംഗ്ലൂര് ഒരു 3-4 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് ഖത്തർ എനർജിയിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങോട്ട് തന്നെ ഈ യാത്രയും ഈ കല, സ്പോർട്സിലൊക്കെ കൂടെ തന്നെ ഇപ്പോ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തുള്ള കുട്ടികളെ പോലെ അല്ലെങ്കിൽ നോർമൽ കുട്ടികളെ പോലുള്ള കളികളും അല്ലാതെ സ്പെഷ്യലായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പൊ ചില കുട്ടികൾക്ക് ചിത്രം വരയോടും ചിത്രങ്ങളോടും ഒക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കും. അതുപോലുള്ള ഒരു ഇഷ്ടം തന്നെ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ വരയ്ക്കാൻ ശ്രമിക്കായിരുന്നു.
പിന്നെ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ചിത്രകല പ്രാക്ടീസിന് വേണ്ടി പോയിട്ടുണ്ട്, ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പിന്നെ യാത്ര ഒന്നും എല്ലാവർക്കും യാത്ര ഇഷ്ടം തന്നെയാണ്. ബേസിക്കലി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് യാത്ര ഇഷ്ടമില്ലാത്തത്? അല്ല, യാത്ര എല്ലാവർക്കും ഇഷ്ടമുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഡൈവേർട്ടഡ് ആണ് വെച്ചാല് ഒരു അഡ്വഞ്ചർ ആണ്. അതാണ് ഞാൻ ചോദിച്ചത്. യാത്രകൾ ശരിക്ക് നമുക്ക് എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. പക്ഷെ എന്റെ യാത്രകൾ കുറച്ചും കൂടിയും ഈ ഹൈക്കിങ്ങിനോടും അങ്ങനെ എന്താ പറയാ ഉയരങ്ങളോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ താഴ്വരകളോടുള്ള ഒരു ഇഷ്ടം വന്നു തുടങ്ങിയത് ഞാൻ ബാംഗ്ലൂരിലെ സമയത്ത് എൻ്റെ ഒരു ബോസ് ഉണ്ടായിരുന്നു, ഗിരീഷ് രാമനാഥൻ എന്ന് പറഞ്ഞു. ഈ ബേർഡ് വാച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ വീക്കെൻഡിൽ എന്നെ വിളിച്ചിട്ട് അദ്ദേഹം യാത്രകൾ ഇങ്ങനെ ചെറിയ കാടുകളും അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനത്തെ ഈ പക്ഷികൾ കൂടുതൽ വന്നിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്രകൾ എന്നെ കൂട്ടി പോകും. ചിത്രങ്ങളായാലും കുറെയൊക്കെ എക്സിബിഷൻ കാണാൻ പോവാനും യാത്ര ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം കിട്ടി. തീർച്ചയായിട്ടും എന്റെ ലൈഫിലെ എന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ഞാൻ എടുത്ത ബ്രേക്കാണ്. 4 വർഷം ബാംഗ്ലൂരിലുണ്ടായിരുന്നു. പെയിന്റിങ്ങിനെ പറ്റിയിട്ടും അതുപോലെ യാത്രയെ പറ്റിയിട്ടും പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ വേറൊരു സ്പെഷ്യലൈസ്ഡ് സാധനമാണ് സ്പോർട്സ്, എസ്പെഷ്യലി ബാഡ്മിന്റൺ. അവിടെ ഷോക്കേസിൽ തന്നെ ഒരുപാട് ട്രോഫീസ് ഇരിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഇത് സംസാരിക്കുമ്പോൾ ഈ ബാഡ്മിന്റന്റെ വിഷയങ്ങൾ വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഭയങ്കര ഒരു കേൾക്കുന്ന ഒരു പേരാണ് ഷഫീർ. ആ ഒരു പേരും നിങ്ങളുടെ കയ്യിനെ പറ്റിയിട്ടൊക്കെ കേൾക്കുന്നത്. എന്നാണ് ഇതിലേക്ക് കാരണം? ഈ ബാഡ്മിന്റൺ ആയാലും നമ്മൾ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും എല്ലാതും നമ്മൾ എന്താ പറയാ സാധാരണ കുട്ടികൾ കളിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ കളിച്ചു വളർന്നത്. പക്ഷെ അതിൽ ബാഡ്മിന്റൺ അങ്ങനെ കളിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും നമുക്ക് ചെറുപ്പത്തിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. അതും ഖത്തറിൽ വന്നതിന് ശേഷം തന്നെയാണ് കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണെന്നറിയില്ല, മറ്റേ കളിയിനേക്കാളും കുറച്ചും കൂടി ഒരു എന്താ പറയാ കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നി അതിനോട്. കാരണം നമ്മൾ മാത്രമായിട്ട് കളിക്കുന്ന ഒരു നമ്മളുടെ ഭാഗത്ത് മാത്രം നമ്മൾ വീക്കായാലും നല്ലതായാലും നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതി എന്നുള്ളൊരു തോന്നല്. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കുറച്ചുനാൾ പ്രാക്ടീസിന് പോയി. അങ്ങനെ തന്നെ അല്ലാതെ ഒരു പ്രോ ലെവലിലുള്ള കളിക്കാരനോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള ഒരു കളിക്കാരനേ ഉള്ളൂ. അതില് കിട്ടുന്ന ചില വിജയങ്ങളുടെ ട്രോഫികളാണ് നിങ്ങൾ കണ്ടത്. അല്ലാതെ ഒരു പ്രോ ലെവൽ കളിക്കാരനൊന്നും അല്ല. കളിക്കാൻ അറിയാം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ് പാഷൻ. ഇതൊക്കെയാണ് നമ്മുടെ ഷഫീർ ബ്രോ എന്ന് പറയുന്ന സംഭവം. ഇപ്പോ ഈ ഒരു ചെറിയൊരു രൂപരേഖ ഇപ്പൊ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചോദിച്ചു പോവാം. ഇപ്പൊ നമുക്ക് ഇപ്പൊ വരികയാണെന്നുണ്ടെങ്കിൽ പെയിന്റിങ്, ഏതൊക്കെ ടൈപ്പുള്ള പെയിന്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്? പെയിന്റിങ് എനിക്ക് എല്ലാ ടൈപ്പ് പെയിന്റിങ്ങും ഇഷ്ടമാണ്. നമ്മൾ ആദ്യം ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്താൻ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നല്ല. പക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ അത് നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വൺസ് ഈ പെയിന്റിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് നൂറുകണക്കിന് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ഉണ്ട്. അത് ഓരോന്നിനും ഓരോ സ്പെഷ്യലൈസ് ചെയ്യുന്നതിനും പ്രത്യേക പേരുകളിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഏത് ഭാഗത്തേക്കാണ് നമ്മൾ തിരിയേണ്ടത്? അല്ല, അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ഞാൻ വരയ്ക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു ബിഗിനർ ലെവലിൽ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനല്ല, പക്ഷെ ഞാൻ പല ടൈപ്പ് പെയിന്റിങ്ങും ഞാൻ വരയ്ക്കാറുണ്ട്. ചിലപ്പോ പോർട്രേറ്റ് ചെയ്യാറുണ്ട്, ചിലപ്പോ നാച്ചുറൽ ചെയ്യാറുണ്ട്, ചിലപ്പോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുണ്ട്. പെൻസിൽ ചെയ്യും, ആക്രിലിക് ചെയ്യും, വാട്ടർ കളർ ചെയ്യും, പെൻസിൽ ചെയ്യും, ഈ ചാർക്കോള് ടൈപ്പ് ചെയ്യും. ഇതൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നുന്ന ഇന്ന് ഇത് വരയ്ക്കാം അന്ന് തോന്നാം. അതിനോടൊരു ഇഷ്ടം തോന്നും. വേറെ ആരെങ്കിലും വരയ്ക്കുന്ന കാണുമ്പോൾ അതുപോലെ വരയ്ക്കാനുള്ള ഒരു ഇഷ്ടം തോന്നും. അങ്ങനെ അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ട് ഇന്ന ടൈപ്പ് മാത്രമേ പെയിന്റിങ് ചെയ്യണുള്ളൂ എന്നുള്ള ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. പക്ഷെ പല പ്രോ ലെവലുള്ള ആർട്ടിസ്റ്റുകളും, അതായത് എന്താ പറയാ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പല ആർട്ടിസ്റ്റുകളുണ്ട്. അവരുടെ പെയിന്റിങ്ങിന്റെ സീരീസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരാൾ ഓയിൽ പെയിന്റിങ്ങിൽ തന്നെ ചിലപ്പോൾ പോർട്രേറ്റ് മാത്രമായിരിക്കും ആൾ വരയ്ക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അയാള് വരയ്ക്കുന്നത് നാച്ചുറൽ മാത്രമായിരിക്കാം. അപ്പൊ അവരതിൽ കൂടുതൽ ചെയ്യും തോറും അതിങ്ങനെ എന്താ മിനുക്കിയിട്ട് വരും. പക്ഷെ എന്റെ ഒരു വിഷയം എന്താ, ഞാൻ ഇപ്പോഴും ഒരു സ്റ്റേബിൾ അല്ല. എവിടേക്കും ഏത് ഭാഗത്തും ഡൈവേർട്ട് ചെയ്യണം. എന്റെ ഇഷ്ടങ്ങളിൽ അത് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ അത് വരയ്ക്കുന്നു, ഇത് ഇഷ്ടം തോന്നുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രൊഫഷണൽ ആക്കണമെന്നും ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നും ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ കുറച്ചും കൂടി ഭംഗി കൂട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അല്ല, ഏതിലാണ് നമുക്കൊരു
പെർഫെക്ഷനിസം ഉള്ളതൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ വേറെ ഒരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ടൈമിംഗ് ആണ്. നമ്മളൊരു ഫുൾ ടൈം പെയിന്റിങ് ഇരിക്കുന്ന ഒരാളല്ല. ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരിത് 24 hours എന്താ പറയാ, അവരെ ഭൂരിഭാഗം ടൈമും പെയിന്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് അത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മള് എപ്പോഴും നമ്മുടെ ഫ്രീ ടൈമിൽ ഇരുന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനു വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരയ്ക്കണം, എവിടുന്ന് തുടങ്ങേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ പെയിന്റിങ്ങിലും ബിഗിനിങ്ങിലും നമുക്ക് ആ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം പെയിന്റിങ്സ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരാറുണ്ട്. ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിങ്ങനെ നോക്കി വാവ്, ഓ ഷെഫി ഞാൻ തന്നെ വെച്ചാണെന്നുള്ള ചോദിച്ച അങ്ങനത്തെ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഉണ്ട്. അതെനിക്ക് ഒന്ന് രണ്ട് കുറെ പിക്ചറുകളുണ്ട് ഞാൻ തന്നെ വരച്ചതായി. ഞാൻ തന്നെ എന്താ പറയാ, നമുക്ക് അങ്ങനെ ഉണ്ടാവും ചില കാര്യങ്ങൾ, നമ്മ തന്നെ ചില വിജയങ്ങൾ ഉണ്ടാവില്ലേ നമ്മുടെ. ഇപ്പൊ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ബാഡ്മിന്റൺ കളിക്കുമ്പോൾ നമ്മളൊരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ അതിന്റെ താഴെ ലെവലില് ചില കളികളൊക്കെ ജയിച്ച് നമുക്കൊരു ട്രോഫി കിട്ടുമ്പോ ഞാൻ തന്നെ ജയിച്ചോ എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. അതുപോലുള്ള പെയിന്റിങ്സുകളുണ്ട് ചിലത്. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ഈ പെയിന്റിങ് എന്റെ ശരിക്കും പറയുന്ന ആദ്യത്തെ ഒരു പോർട്രേറ്റ് പെയിന്റിംഗ് ആണ്, ആക്രിലിക് കളറിൽ ചെയ്തിട്ടുള്ളത്. ഇതെന്റെ ഇന്നത്തെ ഫേവറേറ്റ് ആണ്. ഇത് ഞാൻ തന്നെ വരച്ചതാണോ എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്ക് ഞാൻ നോക്കിക്കൊണ്ട് പോകും. അതുപോലെ തന്നെ ഈ പെയിന്റിങ് എന്നെ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു തൃപ്തി തന്നെ, ഞാൻ വളരെയധികം സന്തോഷിപ്പിച്ച ഈ 2 പെയിന്റിങ്ങുകളാണ്. മറ്റുള്ള പെയിന്റിങ്ങുകളൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി സമയം ഇതിനു വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് ഏതൊരാൾക്കും കുറച്ചും കൂടി സമയം നമ്മുടെ ഇഷ്ടങ്ങളിൽ നമുക്ക് വേണ്ട റിസൾട്ടിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതിന്റെ ഒരു കോൺഫിഡന്റ് ആണ് എന്റെ ഈ 2 ചിത്രങ്ങൾ. നമ്മള് ഈ ഒരു പെയിന്റിങ്ങിന്റെ പിന്നീട് ഒരു കഥ എന്ന് പറയാം. ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മുടെ കരുവന്തല പൂരത്തിന് പിറ്റേ ദിവസം വേല ഒരു പരിപാടി ഉണ്ട് അവിടെ. അപ്പൊ വേലയ്ക്ക് പോയപ്പോഴ് പല ദേശങ്ങളിൽ നിന്നുള്ള തെയ്യങ്ങൾ വരും. അപ്പൊ അതില് പറയൻ തെയ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് വന്നിട്ട് അവര് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 13 വയസ്സോ അല്ലെങ്കിൽ ഒരു ടീനേജർ, ഒരു ചെറിയൊരു പയ്യൻ ഈ തെയ്യം എടുത്തിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനെന്തോന്നറിയില്ല, അവനെനിക്ക് കണക്ട് ആയി പെട്ടെന്ന്. കാരണം വെച്ചാൽ ഒരു ചെറിയ പയ്യൻ, അവനെന്താ പറയാ, അവന്റെ ഭാവവും അവന്റെ ആട്ടമൊക്കെ വളരാണ്ട് ഇഷ്ടമായി. അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് അവൻ എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ഫ്രെയിം കിട്ടിയെന്നുള്ളത്. അപ്പോഴും പെയിന്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എന്നെ ഇപ്പൊ നോക്കുന്നില്ല. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് അവൻ നോക്കി, അത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഫ്രെയിമിൽ കിട്ടി. കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് ഇവിടെ ഒരു എക്സിബിഷൻ വന്നപ്പോൾ അവിടെ വെക്കാൻ എനിക്കൊരു പെയിന്റിങ് വേണം. അപ്പോ അങ്ങനെ ആ ഫ്രെയിം അങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്, എന്റെ മൊബൈലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട്, ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം വരുത്തിയിട്ട്, കാരണം വെച്ചാൽ അന്ന് വളരെ മുഷ്ണ വസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ചൊന്നും എന്റേതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്ത പെയിന്റിംഗ് ആണ്. അതൊരു എക്സിബിഷന് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പെയിന്റിംഗ് ആണ്. അപ്പൊ അതിന് ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല എപ്പോഴും. എന്തായാലും ഈ പെയിന്റ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ലൈഫ്, പിന്നെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് ശരിക്കും നമ്മളതിനെ നോക്കുന്നത് ഏതൊരു ആംഗിളിൽ നോക്കുമ്പോഴും അവരെന്നാണോ നോക്കുന്നത് ഫീൽ അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനെയുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാല് എന്തായാലും നമ്മുടെ നാട്ടില് ഇതെന്തായാലും ഒന്ന് സെറ്റിലേറ്റ് ആവുമ്പോ ഈ പയ്യനേതാണെന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും കണ്ടിട്ട് അതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്ത് അല്ല എപ്പോഴെങ്കിലും അവനൊന്ന് കാണുന്ന ഭയങ്കര ഒരു മുഹൂർത്തമായി മാറും. മാത്രമല്ല ഈ പെയിന്റിങ് എനിക്ക് പുറത്തേക്ക് അയക്കണമെന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു പെയിന്റിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെയിന്റിങ്. ഇത് ഞാൻ ആദ്യമായിട്ടൊരു പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത പെയിന്റിങ്ങില് എന്താണെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോ വൈഫ് പറഞ്ഞതാണ് ഒരു ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ആർട്ട് രൂപത്തിലുള്ള പെയിന്റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഒന്ന് ശ്രമിച്ചു. അപ്പൊ അങ്ങനെ വൈഫ് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോഴൊരു കോൺഫിഡന്റ് അത്ര കണ്ട് പോരാ എനിക്ക്. പക്ഷെ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കി. കുറച്ചും കൂടി ടൈം ഞാൻ എടുത്തിട്ടുണ്ട് ഈ പെയിന്റിങ്ങിന്. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ടാണ്, ചുമ്മാ സപ്പോർട്ടല്ല.
എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ ബാക്ക് ബോൺ ആയിട്ട് തന്നെ കൂടെ. തീർച്ചയായിട്ടും. വേറൊരു കാര്യം ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ വേറെ കാര്യം, നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോ വന്നപ്പോ ഷെഫീർക്ക നിങ്ങളുടെ ഷെയർ ബാക്കിൽ വെക്കുക. അതുവരെ ഓരോ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് കെയർ ചെയ്യുന്നത്. എക്സിബിഷന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഇവിടെ ഖത്തറിൽ ഒരുപാട് ഇവന്റ്സ് എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. ഇവിടെ ആകെ ഞാനൊരു 3 എക്സിബിഷൻ മാത്രമേ കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ കുറെ ആർട്ടിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, എന്താ പറയാ, പല സംഘടനകളും പല കുറെ പരിപാടികളുണ്ട് ഇവിടെ. പക്ഷെ അതിലൊന്നും എല്ലാത്തിലും ഞാൻ അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ല. കാരണം വെച്ചാൽ നമ്മുടെ സമയമാണ് വിഷയം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതില് പങ്കെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്ക്ഷോപ്പുകൾ ഉണ്ടാവുകയായിരിക്കും, അവരുടെ വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായി. അതിലൊന്നും വെച്ചാൽ എനിക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു നമ്മൾ പറയില്ലേ, നമുക്ക് നമ്മുടേതായ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് തോന്നുമ്പോൾ വരയ്ക്കുക, നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എന്തെങ്കിലും എക്സിബിഷനിൽ പങ്കെടുക്കുക എന്നല്ലാതെ അതിൽ കവിഞ്ഞിട്ട് മറ്റൊരു കൂട്ടുകൂടാനും അല്ലെങ്കിൽ അവരെ കൂടെ പോകാനും ഗ്രൂപ്പിലൊക്കെ ചേരാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇനിയും എക്സിബിഷനിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. അതിന് പെയിന്റിങ് വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമില് ഇത്രയും അടുത്ത് ഇടവഴി തുടങ്ങിയത് ഒരു എക്സിബിഷൻ്റെ വെച്ചിട്ടാണ്, ഖത്താരെ വെച്ചിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മള് ഈ ഫിറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ നമ്മള് കുറച്ച് സൈക്ലിങ്ങിന്റെ കാര്യത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു ബോണ്ട് ആയി വന്നത് എനിക്ക് തോന്നുന്നത് ആ ഒരു എക്സിബിഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മളവിടെ വന്നിരുന്നു, നിങ്ങളൊക്കെ കണ്ട് സ്റ്റാളുകൾ കണ്ട് ഇതുപോലെ കുറച്ച് നമ്മൾ കവർ ചെയ്തിരുന്നു. അതിന് ശേഷം ഒന്നുകൂടെ നമ്മള് ബോണ്ടായി. എന്റെ രണ്ടാമത്തെ എക്സിബിഷൻ ആണത്. QIF, ഖത്തർ ഇന്റർനാഷണൽ ആർട്ട് ഫെസ്റ്റിവൽ. അത് ഖത്താറയിൽ വെച്ചിട്ട് നടന്നത്. വേറെ ഒരുപാട് ഇവന്റ്സുകൾ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒന്നോ രണ്ടോ മൂന്നൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് 2 ചെയ്തിട്ടുണ്ട്, QIF-ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 2 എക്സിബിഷനാണ് അഡീഷണൽ. അപ്പൊ 3-4 എക്സിബിഷൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും സിംഗിൾ ആയിട്ടില്ല, സോളോ എക്സിബിഷൻ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. മറ്റുള്ളവർ എക്സിബിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തില് പല ആർട്ടിസ്റ്റുകളും കുറെ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ കൂടെ നമ്മൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, സോളോ എക്സിബിഷൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് പോർട്രേറ്റ്സും ഒരുപാട് ഫ്രെയിംസും എനിക്ക് കാണാൻ പറ്റില്ല. അതെ, ഇതൊക്കെ നമ്മളിവിടെ വെച്ച് ഇവിടെ തന്നെ വെക്കാനാണോ, അതോ മീൻസ് ഇത് വെച്ചിട്ടൊരു കൊമേഴ്സ്യൽ ലെവലിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കമേഴ്സ്യൽ ലെവലിലേക്കൊക്കെ ഇറങ്ങാനും കാര്യങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മള് ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളില് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെ റിസൾട്ട് വരുന്നു എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അത് നമുക്ക് സെക്കൻഡറി ആണ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എനിക്കൊരു ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുണ്ട്, അതിന് വരച്ചു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, മനസ്സിലായി, ആദ്യം വരച്ചു തീർക്കുക. അതാണ് നമ്മളുടെ ഭാഗം വരയ്ക്കേണ്ടത്. അത് ഇടുന്നില്ല, നമുക്ക് അതിൽ നിന്ന് എന്താണോ നമുക്കൊരു എന്താ പറയാ, ഒരു സ്വയം സന്തോഷം തോന്നുന്നത്, ആ ചിത്രം മറ്റുള്ളവർ കാണുമ്പോൾ നന്നായി പറയുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ആഗ്രഹമുണ്ട്, എന്താ പറയാ, നമുക്ക് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം കുറെ ചിത്രങ്ങളായി കണ്ടിട്ടുണ്ട്. ഒരു സോളോ എക്സിബിഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കമേഴ്സ്യലായിട്ട് അതൊരു ആഡൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ചെയ്യണം എന്നുള്ള ചെറിയൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. പക്ഷെ അതിലുപരി എനിക്ക് വരയ്ക്കാൻ പറ്റുന്ന ചിത്രങ്ങള് വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ എന്റെ ഒരു കൺസെപ്റ്റ്. നമ്മളിപ്പോ പുറത്തുനിന്ന് വന്നൊരു കാണുമ്പോ ഇത് എന്റെ ചുമലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ പേഴ്സണലി ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ അതുപോലെ കാണുമ്പോ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടോ? അത്രയും ഷഫീർ ബ്രോയുടെ നോട്ടത്തില് പറയാ, അത്ര കണ്ട് പെർഫെക്ഷൻ ആയിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരു വിസിറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര രസമായിട്ടുള്ള കുറെ ഫീച്ചറുണ്ട്. അപ്പോ അങ്ങനെ കൂടെ ചിന്തിക്കാന്നുള്ളൂ. അങ്ങനല്ല, എന്റെ ചിത്രങ്ങൾ ഇപ്പോഴും എനിക്കൊരു വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വലിയ വിഷയമാണത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മള് വരയ്ക്കാന്നുള്ളത് അത് വരയ്ക്കുക, അതിനെന്ത് മറ്റുള്ളവർ എങ്ങനെ വാല്യൂ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കാറ്. പക്ഷെ ചിത്രങ്ങൾ ഭംഗിയുണ്ട് എന്ന് പറയാറുണ്ട്, അപ്പൊ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ എന്തുമാത്രം അത് വാല്യൂബിൾ ആണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അധികം വല്ലാണ്ട് ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത് കമേഴ്സ്യലായിട്ട് നമുക്ക് ഇത് എങ്ങനെ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ ആഡ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല അധികം. പക്ഷെ ഒരുപാട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട്.
പക്ഷെ അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പെയിന്റിങ് ആയതുകൊണ്ട് പലപ്പോഴും ഞാനത് മാറ്റി വെക്കാറ് പതിവ്. കാരണം അത് വളരെയധികം അറ്റൻഷനോട് കൂടി ചെയ്യേണ്ട ഒരു പോർട്രേറ്റ് ആയതുകൊണ്ട്. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഈ നാടിന്റെ ഷെയ്ഖിന്റെ ഒരു പിക്ചറാണ്. പക്ഷെ അത് കുറെ നാളായിട്ട് എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ഇതിന്റെ ഈ ഒരു വിഷയം കൊണ്ടാണ് കുറച്ചും കൂടിയും അറ്റൻഷൻ കുറച്ചും കൂടുതൽ കൊടുക്കണം. നമുക്ക് ഓടി വന്നിട്ട് കുറച്ചൊന്നും ചെയ്തിട്ട് പോകാൻ പറ്റാത്ത ഒരു ഇതാണ്. അപ്പൊ എപ്പോഴെങ്കിലും അത് തീർക്കണം തന്നെ. കുറച്ച് നാളായി തുടങ്ങിയിട്ട്, പക്ഷെ അത് പൂർത്തീകരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. രജിസ്റ്റേർഡ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ചിത്രങ്ങളും നമുക്ക് എന്ത് വരയ്ക്കാം പോർട്രേറ്റ്. പക്ഷെ നമുക്ക് അറിയുന്ന ഒരാളുടെ പിക്ചർ വരയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഒരു നാടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളുടെ പിക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കണ്ണിന്റെ ഇമ്മയുടെ ഒരു പോയിന്റ് പോലും മാറിയാൽ പോലും ജനങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ കാണുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും, ഒരു ഡോട്ട് പോലും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചെയ്യരുത്. ഇപ്പൊ അടുത്ത് വാളിലൊരു വീഡിയോ ആണ് ഞാൻ എന്നുവെച്ചാൽ ഇപ്പൊ എല്ലാവരുടെയും സോഷ്യൽ മീഡിയയിൽ തന്നെ ഭയങ്കര താഴായിട്ടുള്ള ഒരു പൊലിച്ചിട്ട് അതിന്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അത് എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തെന്ന് പറഞ്ഞാല് നമ്മള് അതിന്റെ ആ ഒരു വീഡിയോയിൽ എവിടെയും കാണാത്ത വേറൊരു വേഷം വരച്ചിരിക്കും. അത് അതിനെ പറ്റി ഞാനത് ഇങ്ങനെ എന്തായാലും നമ്മളെല്ലായ്പ്പോഴും ഈ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ നോക്കുന്നത് അതിലേക്കല്ല പോവാറ്. സാധാരണ വേറെ എന്തെങ്കിലും വരും, റീല് നോക്കി 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 വേറെ എവിടേക്ക് എത്തും നമ്മുടെ സമയം ഒരുപാട്. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കുട്ടിക്കുരങ്ങന്റെ ഒരു സബ്ജക്ട് അതിൽ കണ്ടത്. മാത്രമല്ല അത് ഭയങ്കരമായിട്ട് അതിന്റെ വിഷയം അറിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വേദന എവിടെയൊക്കെയോ. സംഭവം അതിനേക്കാളും വലിയ വിഷയങ്ങളൊക്കെ നമ്മള് നടക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെ എന്താണെന്നറിയില്ല, ഇത് വല്ലാണ്ട് കുറച്ചും എന്താന്ന് പറയാ. അത് മാത്രമല്ല അതിനേക്കാളും വേദന തോന്നിയത് വല്ലാത്തൊരു പ്രശ്നം, ഒരു ഡോളിനെ, ഒരു വേറൊരു എന്താ പറയാ ഒരു ബൊമ്മനെ കെട്ടിപ്പിടിക്കുന്നതും അത് സ്വയം അതിന്റെ കൈ എടുത്തിട്ട് അതിനെ ഹഗ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അത് നമ്മൾ വിചാരിക്കും അതിനൊരു ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നി എനിക്ക്. ശരിക്കും അതിനൊന്ന് ഹഗ് ചെയ്യാന്നാണ് ഏറ്റവും നമുക്ക് നമ്മളെ ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് ഒരു ഹഗ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒരു ആശ്വസിപ്പിക്കലാണ് ശരിക്കും ഹഗ് എന്ന് പറയുന്നത്. നമ്മളൊരു കരുതൽ കൂടിയാണ് ഹഗ്. അപ്പൊ എനിക്ക് തോന്നി ആ ഡോളിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ചിത്രം അങ്ങനെ വരച്ചു എന്നുള്ളത്. അതിൽ കണ്ട ഒരു ചിത്രം, പക്ഷെ ആ ഒരു ഹഗ് ചെയ്യുന്ന പോലുള്ള ഒരു ചിത്രം ഞാൻ അങ്ങനെ എന്റേതായ രീതിയിൽ സ്കെച്ച് ചെയ്യുന്നു. അതൊരു ഫാസ്റ്റ് സ്കെച്ചാണ്. അത് നന്നാവുന്നു വിചാരിച്ചു വരച്ചു വന്നപ്പോ എനിക്കും അത് ഇഷ്ടമായി. ഖത്തറിലായാലും ഇപ്പോൾ പ്രവാസികൾക്കിടയിലായിട്ട് ചിത്രം വരക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ യങ്സ്റ്റേഴ്സോ അല്ലെങ്കിൽ ബിഗിനേഴ്സോ, യങ്സ്റ്റേഴ്സ് ആകാം അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ, അവരോട് എന്താണ് പറയുന്നത്? അവരോട് അതിനു വേണ്ടി സമയം നമ്മൾ കണ്ടെത്തിയേ മതിയാവുള്ളൂ. നാളേക്ക് വെക്കരുത്. ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചിത്രം വരയ്ക്കാന്, പാട്ട് പാടാന്, അങ്ങനെയുള്ള കഴിവുകൾ നമ്മള് ലൈഫിൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുകൾ ഉണ്ടായിരിക്കും. ഇല്ലാതെ ആരും ഉണ്ടായിരിക്കില്ല. പല രീതിയിലുള്ള കഴിവ് നമുക്കിപ്പോ പറയാൻ പാട്ട് അല്ലെങ്കിൽ ചിത്രം എന്ന് പറയാൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ അതല്ലാതെ തന്നെ ഇതിന്റെ തന്നെ വേറെ ലെവലിലുള്ള കഴിവുകളുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ഇപ്പൊ ചിത്രം വരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ആകെ നമുക്ക് വേണ്ടത് ഒരു പേപ്പറും ഒരു കടലാസ് പെൻസിലും മാത്രം മതി. അതുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാം. അപ്പൊ പാട്ട് പാടാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നമുക്ക് എപ്പോഴാണെങ്കിലും പാടാലോ, അല്ല റെക്കോർഡ് ചെയ്ത് നമുക്ക് തന്നെ കേൾക്കാം, കറക്റ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഏതൊരു ആർട്ടിനും അതിൻ്റെതായ ബേസിക് കാര്യങ്ങൾ മതി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അല്ലാതെ നമ്മൾ നാളെ മുതൽ തുടങ്ങുക, അടുത്ത മാസം മുതൽ തുടങ്ങുക എന്നുള്ളതല്ല. നമുക്ക് ഇപ്പൊ തുടങ്ങുന്നത് ഇപ്പൊ പാട്ട് പാടുക, ഇപ്പൊ വരയ്ക്കണമെന്ന് ഒരു കഷ്ണം കടലാസും ഇപ്പൊ എവിടെയും കിട്ടാത്ത അവൈലബിൾ ആണ്. ഒക്കെ പേപ്പർ, ഒരു കഷ്ണം ഒരു പെൻസിലോ പേനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരയ്ക്കാം. അപ്പൊ അങ്ങോട്ട് തുടങ്ങുക. എന്താന്നുള്ളതല്ല, നമ്മളെ കണ്ണിൽ കണ്ടതൊക്കെ വരയ്ക്കുക. ഇതാണോ വരയ്ക്കുക? അത് ഒരു മരമാണോ, ഒരു ചെടിയാണോ, ഒരു ടേബിൾ ആണോ, എന്താണോ നമ്മളെ മുന്നിലുള്ളത് അത് വരച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ ഞാനൊരു പോർട്രേറ്റ്, നല്ല ആരെങ്കിലും പോർട്രേറ്റ്, അല്ലെങ്കിൽ ഇന്നൊരു ഭയങ്കര സീനറി, അതിലേക്കൊന്നും പോകണ്ട. അതൊക്കെ പിന്നീട് സ്ലോലി വന്നോളും. പിന്നെ ഈ ആർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ സ്പോർട്സിനെ പോലെ തന്നെ ആർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫില്. ഒരു സ്പോർട്സ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശാരീരിക സന്തോഷത്തിനും ഫിസിക്കൽ ഫിറ്റ്നസിനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് മെന്റൽ ഹെൽത്തിനാണ്. മനസ്സിലായോ? അതും വേറൊരു സന്തോഷമാണ്.
ഈ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങളുടെ സന്തോഷങ്ങൾ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും മെന്റൽ ഹെൽത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ശരീരത്തിനെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്, എക്സർസൈസ് ചെയ്യുന്നുണ്ട്, ഗെയിമിന് പോകുന്നുണ്ട്, കളിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മെന്റൽ എക്സർസൈസും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനും വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ആർട്ട്. അത് പാട്ടാവട്ടെ, ചിത്രം വരയാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ആർട്ടായിരിക്കണം മാത്രം. നാളത്തേക്ക് വേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ വരയ്ക്കണോ, നിങ്ങൾ വരച്ചു തുടങ്ങുക. പിന്നെ അത് മാത്രമല്ല, ഇതിൽ കൂടെ ഒരു ഹരം കിട്ടിക്കഴിഞ്ഞാൽ സ്ക്രീൻ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റും. നമ്മള് ഈ പറയുന്ന ഞാനടക്കം സ്ക്രീൻ ടൈമിൽ കുറെ കൂടുതലിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എപ്പോഴാണ് ഞാൻ ചിത്രം വരച്ചു തുടങ്ങുന്നത്, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത്, എനിക്ക് പിന്നെ മൊബൈൽ വന്നാൽ പോലും അല്ലെങ്കിൽ സ്ക്രീൻ ടൈം നോക്കണമെന്നേ തോന്നാറില്ല. നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് അതിലേക്ക് ഇരിക്കണം. നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിരിക്കണം.